അപ്പോൾ നമ്മുടെ സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ 55 മിനിറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തത്, 180 ഡിഗ്രി ചൂടിൽ. ഇപ്പോൾ ശരിക്കും നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ ഒരു സ്പോഞ്ചി ടെക്സ്ചറാണ്, സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഐസിങ്ങിന്റെ കാര്യം, ഇനി ഇത് അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഐസ് ചെയ്യാവുള്ളൂ. ശരിക്കും കേക്ക് നന്നായിട്ട് തണുത്തിട്ട് വേണം ഐസിങ് ചെയ്യാൻ. പണ്ടത്തെ ഒരു ട്രഡീഷണൽ ഐസിങ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ കാണുന്നത്, ഒരു വൈറ്റ് കളർ ഐസിൽ നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് കളർഫുൾ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് മെറി ക്രിസ്മസ് എന്നൊക്കെ ഇങ്ങനെയല്ലേ കാണുന്നത്. അത് റോയൽ ഐസിങ് ആണ്. ഇപ്പോൾ അങ്ങനത്തെ ഐസിങ് ഒക്കെ വളരെ കുറവാണ്. അങ്ങനത്തെ കേക്ക്സ് ഒന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല എന്ന് പറയാം. ഒരു പക്ഷേ ചില കടകളിലൊക്കെ ഉണ്ടാവും, പക്ഷെ മുന്തിയ ബേക്കറികളിലൊന്നും അതിപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ പ്രധാന ഐസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രീം വെച്ചിട്ട്, വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഐസിങ് ആണ്. ഭയങ്കര ഒരു സോഫ്റ്റ് ആൻഡ് ടെക്സ്ചറാണ്. ഒരു പേസ്ട്രീസിനൊക്കെ ചെയ്യുന്ന മാതിരി ഭയങ്കര ലെയർ ചെയ്തിട്ട് അതിൻ്റെ അകത്തുമൊക്കെ ക്രീം വെച്ച് മേളിലൊക്കെ ഭംഗിയായിട്ട് അലങ്കരിച്ച് അങ്ങനത്തെ ഒരു ഐസിങ് ആണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ അങ്ങനെയാണ് ഐസ് ചെയ്യുന്നത്. അങ്ങനെ വ്യത്യസ്തമായ പല പല ഫ്ലേവേഴ്സിൽ ചെയ്യാം. പിന്നെ ഒരു പ്രധാന ഐസിങ് എന്ന് പറഞ്ഞാൽ ഫോണ്ടാൻ ഐസിങ് ആണ്. അത് വേറൊരു രീതിയിൽ മാവെല്ലാം എന്താ പറയുക, ഐസിങ്ങിൻ്റെ ഒരു ഡോ തയ്യാറാക്കിയിട്ട് അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്താൻ സാധിക്കും, ഷേപ്പിൽ മോൾഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു ടൈപ്പ് ഓഫ് ഐസിങ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോസ്റ്റിംഗ് ഉണ്ട്, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളിനി നമ്മുടെ കേക്കിനെ ഐസ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ 2 മുട്ടയുടെ വെള്ളം, അതിലേക്ക് 2.5 കപ്പ് ഐസിങ് ഷുഗർ, നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം, എന്നിട്ട് ഓൺ ചെയ്ത് കൊടുക്കാം. രണ്ട് കാര്യം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ആകണം. അതായത് എഗ് വൈറ്റും ഐസിങ് ഷുഗറും. സ്പീഡ് കുറച്ചുകൂടി കൂട്ടി കൊടുത്തു, അത് കുറച്ചുകൂടി നന്നായിട്ട് ബീറ്റ് ആകട്ടെ, കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരണം. പിന്നെ ഇനി ഇതിലേക്ക്, അപ്പോൾ ഇതിപ്പോൾ തന്നെ ഒരു ക്രീമിയാണ്, പക്ഷെ ഇത് ഇച്ചിരി കൂടെ വൈറ്റ് കളറാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നാരങ്ങാ നീര് കൂടി ചേർക്കണം. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീര്, അത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു. ഇനി ഇതിലേക്ക് 3 കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ ഇത് വൈറ്റ് കളറിലൊരു ഐസിംഗ് ആണ് വേണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഒരു മിനിറ്റ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ ഇരിക്കുവാണ്, കണ്ടല്ലോ, നല്ല വൈറ്റ് കളറാണ്, നല്ലതായിട്ടിരിക്കുവാണ്. ഇനി ഇതിനെ നമ്മൾ പിങ്ക് കളർ കൊടുക്കാൻ പോകുന്നു. പിന്നെ ഇതിൽ വേറെ 1-2 കാര്യങ്ങൾ, ദാറ്റ് സ്ട്രോബെറിയുടെ പ്യൂറി, അതൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക്. അപ്പോൾ കളറ് മാറുന്നു നോക്കോളൂ. ഇപ്പം സ്ട്രോബെറി എസൻസ്, ഒരു 1/4 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ്, ഇച്ചിരി കൂടി ഒരു മണം കിട്ടട്ടെ. ഇപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറായി കഴിഞ്ഞു, ഒരു ലൈറ്റ് പിങ്ക് കളർ. പക്ഷേ ഇത് കുറച്ചുകൂടി കളർഫുൾ ആക്കാനായിട്ട് നമ്മളൊരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് കൊടുക്കണം. അതുകൊണ്ട് പെർമിറ്റഡ് ഫുഡ് കളർ. ഇപ്പോൾ കറക്റ്റായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ റോസ്റ്റിങ്ങിന് വേണ്ട കാര്യം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കണം. അതിനെ ഒന്ന് നമ്മൾ ആ പാനിൽ നിന്ന് മാറ്റി ഇനി അതൊന്ന് ഡിമോൾഡ് ചെയ്യുന്നതിൻ്റെ അടുത്ത സ്റ്റേജ് നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് തിരിച്ച് വെച്ച് അതിൻ്റെ ബേസ് ഒന്ന് ഓക്കെ വയ്ക്കും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഡിമോൾഡ് ചെയ്തു എന്ന് തന്നെ പറയാം. ഇനി നമ്മൾ ഏത് പ്ലേറ്റിലാണോ ഐസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ട്രേ ആണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും, ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് വീണ്ടും തിരിച്ച് വയ്ക്കും. ഇതൊരു തരം സർക്കസാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഒരു പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യുക, അത് കറക്റ്റായിട്ട് ചെയ്യുക, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു പ്ലേറ്റിലേക്കാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഫ്രോസ്റ്റിംഗ് മിക്സ് ഇവിടെ റെഡിയാണ്. ഞാൻ വീണ്ടും ഒന്ന് സ്പാറ്റുല കൊണ്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ, നല്ല കറക്റ്റായിട്ടിരിക്കുന്നത്. ഇനി ഇത് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് സ്വന്തമായിട്ട് കേക്കിന് പൊതിഞ്ഞുള്ളൂ, കണ്ടല്ലോ, മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ. ഇനി ഇത് കുറേ നേരം കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് സെറ്റാകും, ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കുറച്ചുകൂടി ഇങ്ങനെ ലൂസായിരിക്കില്ല. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് നല്ലതായിട്ട് റോയൽ ഐസിങ്ങിൻ്റെ അത്രയും കട്ടി ഉണ്ടാവില്ല, പക്ഷെ നല്ല ഉറച്ചു വരും. ഇനി ഇത് സെറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം, ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മേളിലുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും സ്ട്രോബെറി കൊണ്ടുള്ള ഒരു കേക്കാണ്. സ്ട്രോബെറി കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോബെറി വെച്ച് അലങ്കരിക്കാം. ഇത് സെയിം സ്ട്രോബെറിയാണ്.
ഇതിൽ ഏറ്റവും വലുത് നോക്കി നമുക്ക് നടുക്ക് വയ്ക്കാം. ഏറ്റവും ഫിനിഷിംഗ് ഉള്ളത് ഏതാണെന്ന് നോക്കുകയാണ്. ഓക്കെ, ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ സ്ട്രോബെറി കേക്ക് തന്നെയാണ്. കാര്യം സ്ട്രോബെറി അതിന്റെ മുകളിൽ സിംബോളിക് ആയിട്ട് സ്ട്രോബെറീസ് ഉണ്ട്. ഫ്രഷ് സ്ട്രോബെറി പോലെ തന്നെയാണ് ഇത്. നല്ല മധുരവും കുറച്ചുകൂടെ കൂടുതൽ ആ ഷുഗർ ചേർത്ത സിറപ്പിൽ കിടക്കുന്നതുകൊണ്ടുള്ളൊരു മധുരം കൂടും. പിന്നെ അകത്താണെങ്കിലോ സ്ട്രോബെറി പ്യൂരിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പിങ്ക് കളർ, അതിനകത്ത് നല്ല സ്ട്രോബെറി സ്വാദ്. ആ ഐസിങ്ങിനാണെങ്കിലും നല്ല സ്ട്രോബെറിയുടെ സ്വാദാണ്. അതിലും നമ്മൾ സ്ട്രോബെറി പ്യൂരിയും സ്ട്രോബെറി എസൻസും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇത് സ്ട്രോബെറി മയമുള്ള ഒരു കേക്ക് തന്നെയാണ്. നല്ല ഫ്രഷ് സ്ട്രോബെറി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് പോലെ തന്നെയാണ്. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. വളരെ സ്വാദുള്ള ഒരു നല്ല കേക്കാണ് സ്ട്രോബെറി കേക്ക്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു സ്ട്രോബെറി കേക്ക് വിത്ത് ഒരു സ്ട്രോബെറി ഫ്രോസ്റ്റിംഗ് ആൻഡ് സ്ട്രോബെറി വെച്ചിട്ടുള്ള അലങ്കാരം. അപ്പം എല്ലാം കൊണ്ടും സ്ട്രോബെറി മയം. അപ്പം കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ മാജിക് അവനിലൂടെ ഒരു സ്ട്രോബെറി ഷോർട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷേ വൈറ്റ് കളറിൽ ഐസിങ് ആയിരുന്നു. അതിൻ്റെ മുകളിലായിട്ടാണെങ്കിൽ ഫ്രഷ് സ്ട്രോബെറീസ് വെച്ചാണ് അലങ്കരിച്ചത്. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. വളരെ സ്വാദാണ്. അപ്പോൾ പരീക്ഷിക്കാൻ പറ്റിയൊരു കാര്യമാണ് ഇത്. ക്രിസ്മസിന് വേണമെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ കേക്കായിട്ട് തയ്യാറാക്കാം. തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച സ്ട്രോബെറി കേക്ക് വിത്ത് ഫ്രോസ്റ്റിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റിയൊരു വിഭവം പരീക്ഷിച്ച് നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.